ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി കൂടി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തുടരന്വേഷണം പുരോഗമിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയാകുന്നത്. ഹർജി നാളെ വീണ്ടും പരിഗണിക്കുമെന്ന് കൂടി മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ സമർപ്പിച്ച 2 കേസുകളിലെയും ജാമ്യ ഹർജിയാണെന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇന്ന് പൂർത്തിയായത്. പ്രോസിക്യൂഷൻ വാദം നാളെ ആയിരിക്കും. തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയാണ് ഓൺലൈനായിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും തന്ത്രിയുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാൻ കഴിയുക. തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതുകൂടാതെ പോറ്റിയും തന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇന്ന് കോടതിയിൽ വാദം ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധം ആയിരുന്നെങ്കിൽ, പോറ്റിയും തന്ത്രിയുമായി വലിയ തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോറ്റിക്ക് കീഴ്ശാന്തിയുടെ സഹായിയായി നിൽക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് പ്രതിഭാഗം ഉന്നയിച്ച വാദം. ഉയർന്ന സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ തന്ത്രിക്ക് ഒപ്പം നിർത്താമായിരുന്നു എന്നുള്ള വാദം ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളത് പ്രതിഭാഗം ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ വാദം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് കേൾക്കുക. ആ വാദം കൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും തന്ത്രിയുടെ കാര്യത്തിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി ഉണ്ടാവുക. 2 കേസുകളിലും ഒരുമിച്ച് ജാമ്യാപേക്ഷകൾ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു തന്ത്രിയുടെ പ്രധാന ആവശ്യം. എന്തായാലും അതിൽ ഇന്നിപ്പോൾ തന്ത്രിയുടെ പ്രതിഭാഗത്തിന്റെ വാദം മാത്രമാണ് പൂർത്തിയായിട്ടുണ്ടായിരുന്നത്. തന്ത്രിയുടെ കാര്യത്തിൽ വാദം വീണ്ടും തുടരും. പ്രോസിക്യൂഷൻ വാദം നാളെയാണ് കൊല്ലം വിജിലൻസ് കോടതി കേൾക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.